പാലക്കാട് കൂനത്തറയിൽ പിതാവിനെ മകൻ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ കാവുങ്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. മകൻ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇക്ബാൽ, ഈ മദ്യപിച്ചാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇയാളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇന്നലെ രാത്രി മുതൽ ഈ കൂനത്തറ കാവുങ്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനും മകൻ മനോജും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. പുലർച്ചെ വരെ ഈ മദ്യപാനം തുടർന്നു. ഇതിനിടയിലാണ് ഇരുവരും തമ്മിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു. പലതും പറഞ്ഞ് തർക്കത്തിൽ ഏർപ്പെടുന്നു. ഇതിനിടയിൽ മകൻ മനോജ് കയ്യിൽ ലഭിച്ച ഒരു ആയുധം ഉപയോഗിച്ച് അച്ഛൻ ഉണ്ണികൃഷ്ണനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കാണ് ഉണ്ണികൃഷ്ണന് പരിക്കേറ്റത്. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണനെ പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്നുകൊണ്ട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മകൻ മനോജിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് പിതാവിനെ ആക്രമിച്ച കഥ പുറത്തു വരുന്നത്. ഇതോടുകൂടി മനോജിന്റെ അറസ്റ്റ് ഷൊർണൂർ പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് വീട്ടിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പരിക്കേറ്റുള്ള ഉണ്ണികൃഷ്ണന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. ഉണ്ണികൃഷ്ണൻ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് പുലർച്ചെ വരെ മദ്യപിക്കുക, അതിനുശേഷം വാക്കുതർക്കമുണ്ടാവുക, കയ്യിൽ കിട്ടിയൊരു മാരകായുധം വെച്ച് തലയടിച്ച് പൊട്ടിക്കുക തുടങ്ങിയവയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ് പിതാവുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.